ഹായ്, അപ്പോൾ ഇതാണ് JBLന്റെ എക്സ്ട്രീം 4. എക്സ്ട്രീം 3 കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേർഷൻ. എക്സ്ട്രീം 3നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഏകദേശം 30,000 രൂപയാണ് ഈ സാധനത്തിന്. 30,000 രൂപ എടുത്ത് നിങ്ങൾക്ക് മേടിക്കണമെന്നുള്ളത് എൻ്റെ ഈ ചാനലിൽ ഈ അൺബോക്സിങ് വീഡിയോയും അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് റിവ്യൂ വീഡിയോ ഞാൻ ഇടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് തീരുമാനിക്കാം മേടിക്കണോ വേണ്ടെന്നുള്ളത്. ഇന്ന് ഏകദേശം 4 ദിവസമായി ഞാൻ ഈ സ്പീക്കർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. 5ാമത്തെ ദിവസം വരെ പോകണമെന്ന് വിചാരിച്ചത്, പക്ഷേ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഏകദേശം 4 ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എനിക്ക് അതിന് മാത്രം വലിയ ഇൻഡെപ്തിൻ്റെ ആവശ്യം വന്നില്ല, അത്രയും ടൈമിൻ്റെ ആവശ്യം വന്നില്ല. എനിക്ക് ഏകദേശം 5 കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുള്ളത്. ഒന്ന്, ബിൽഡ് ക്വാളിറ്റി, ഓറാകാസ്റ്റ്, സൗണ്ട് പ്രൊഫൈൽസ്, ഇക്വലൈസർ ആൻഡ് ബാറ്ററി. ആദ്യം ബിൽഡ് ക്വാളിറ്റിനെ പറ്റി പറയാം. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വന്നത് ഇത് ഫുൾ മെഷ് കവേർഡാണ്. ഇതിൻ്റെ സ്പീക്കർ ഈ സൈഡിലാണ് വന്നെ, ഇവിടെ ഒന്നുമില്ല. ഇത് 2 വൂഫർ. ഇത് നല്ല കട്ടിയുള്ള തിക്ക് പ്ലാസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഫൈബർ ആയിരിക്കാം. അതിൻ്റെ അടിയിൽ മെറ്റൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആണ്, അത്യാവശ്യം നല്ല സ്ട്രോങ്. ഒരു മെറ്റൽ പോലെ തന്നെ സ്ട്രോങ് ആണ് ഈ സാധനം. അങ്ങനെ പൊട്ടിയൊന്നും പോകാൻ ചാൻസ് ഇല്ല. മേ ബി മെറ്റൽ ആയിരിക്കും കേട്ടോ. എല്ലാ സ്റ്റാൻഡും വന്നത് റബ്ബർ ഫിനിഷിംഗ്, നല്ല ക്വാളിറ്റി ഉള്ള റബ്ബർ ഫിനിഷിംഗ് ആണ്. ഒരു രക്ഷയില്ല, അടിപൊളി ക്വാളിറ്റിയാണ്. ആ കാര്യത്തിൽ ഒന്നും പറയില്ല. ബട്ട് എല്ലാം എനിക്ക് തോന്നിയത് എൻ്റെ സൗണ്ട് പ്രൊഫൈൽസിൽ ഓറാകാസ്റ്റിലേക്കും വരുമ്പോൾ ഈ JBL കുറച്ച് പുതിയ സ്പീക്കേഴ്സാണ് ഓറാകാസ്റ്റ് ഉള്ളൂ. അതിന് മുമ്പേ ഓറാകാസ്റ്റ് പോലത്തെ സ്പീക്കേഴ്സാണ് പാർട്ടി ബൂസ്റ്റ്. ഇപ്പോൾ ഇത് പാർട്ടി ബൂസ്റ്റ് ഇല്ല, പക്ഷേ പാർട്ടി ബൂസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് കണക്ട് ചെയ്ത് പാർട്ടി ബൂസ്റ്റും ഉള്ള JBL പൾസ് 4 കണക്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് JBLുമായിട്ട് മാത്രമാണ് കണക്ട് ചെയ്യുള്ളൂ. അതാണ് വിഷയം. ഇതിനകത്ത് ഓറാകാസ്റ്റ് JBL സ്പീക്കേഴ്സുമായിട്ട് മാത്രമാണ് കണക്ട് ചെയ്യുള്ളൂ. ആൻഡ് അതിൽ അറ്റ്ലീസ്റ്റ് പാർട്ടി ബൂസ്റ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഓറാകാസ്റ്റ് ഉണ്ടായിരിക്കണം. പക്ഷേ ഈ ഓറാകാസ്റ്റിന് വലിയ പ്രത്യേകതയുണ്ട്. ഈ ഓറാകാസ്റ്റ് വേറെ ഓറാകാസ്റ്റുള്ള JBL സ്പീക്കേഴ്സുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് സ്പീക്കേഴ്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് പാർട്ടി ബൂസ്റ്റുമുള്ള വേറെ സ്പീക്കേഴ്സുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 100 എണ്ണം വരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പാർട്ടി ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനകത്ത് പാർട്ടി ബൂസ്റ്റിംഗ് ഉണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ഇത്രയും കാശ് മുടക്കി മേടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഊമ്പൽ തന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ ദിസ് ഈസ് ദാറ്റ് വർത്ത് ഇറ്റ്. നിങ്ങളുടെ പൈസയ്ക്ക് അതിലും കൂടുതൽ വാല്യുണ്ട്. നിങ്ങളുടെ പൈസയ്ക്ക് നിങ്ങൾ 30,000 രൂപയ്ക്ക് 30,000 പർപ്പസസും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്പീക്കർ വാങ്ങുകയും ചെയ്യാം. നിങ്ങളുടെ സന്തോഷം അത് വേറെ കാര്യം. ഒരു തനി സാധാരണക്കാരനും 30,000 രൂപയുടെ സ്പീക്കർ മേടിച്ചിട്ട് അവൻ്റെ ലൈഫ് ശരിയാകാൻ പോകുന്നില്ല. നിങ്ങളുടെ സന്തോഷം അല്ലാണ്ട് ഫൈനാൻഷ്യലി ദിസ് എ ബിഗ് മിസ്റ്റേക്ക്. ആപ്പിൾ ഐഫോൺ ഇസ് എ ബിഗ് മിസ്റ്റേക്ക്. സാംസങ് S23 അൾട്ര ബിഗ് മിസ്റ്റേക്ക്. S24 ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. എവറിത്തിങ് ദാറ്റ് യു ബൈ ദാറ്റ്സ് എ ലൈബിലിറ്റി ഇസ് എ മിസ്റ്റേക്ക്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സൗണ്ട് പ്രൊഫൈൽസിനെ കുറിച്ച്. ഇതിന് ഏകദേശം 5 സൗണ്ട് പ്രൊഫൈലുണ്ട്. ആദ്യത്തേന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ട്യൂക്ക് ചെയ്തിരിക്കുന്ന ഒരു സൗണ്ട് പ്രൊഫൈലാണ് JBL സിഗ്നേച്ചർ. ആ JBL സിഗ്നേച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേസും വോക്കലും ഇൻസ്ട്രുമെൻറ്റിലും ബാലൻസ്ഡ് ആയിരിക്കും. ഒന്നും കൂടുതലില്ല, ഒന്നും കുറവില്ല. അതാണ് JBL സിഗ്നേച്ചർ. പിന്നെ ചില്ലെന്ന് പറഞ്ഞ സൗണ്ട് പ്രൊഫൈലാണ്. ചില്ലെന്ന് പറഞ്ഞ സൗണ്ട് പ്രൊഫൈൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ബേസാണ്. വോക്കൽ ഡൗൺ ആവും, ഇൻസ്ട്രുമെൻറ്റലും ഡൗൺ ആവും. ബേസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെ ബേസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സൗണ്ട് പ്രൊഫൈലാണ് ചില്ല്. പിന്നെ നെക്സ്റ്റ് എനർജറ്റിക് എന്ന് പറഞ്ഞ സൗണ്ട് പ്രൊഫൈല്. അപ്പോൾ ഇൻസ്ട്രുമെൻ്റലിന് കൂടുതൽ ഇമ്പോർട്ടൻസും വോക്കൽ അവിടെ കുറയുകയും ബേസും അവിടെ ഏകദേശം കുറയും ചെയ്യുന്നതാണ് ഈ എനർജറ്റിക് എന്ന് പറഞ്ഞ സൗണ്ട് പ്രൊഫൈല്. പിന്നെ വന്നത് വോക്കൽ എന്ന് പറഞ്ഞ സൗണ്ട് പ്രൊഫൈലാണ്. ഈ വോക്കൽ എന്ന് പറഞ്ഞ സൗണ്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഈ ആളുടെ ശബ്ദം, പാട്ട് പാടുന്ന ആർട്ടിസ്റ്റിൻ്റെ ശബ്ദം, അതിലായിരിക്കും കൂടുതൽ ഫോക്കസ് വന്നത്. പിന്നെ ഉള്ളത് കസ്റ്റം ഞാൻ നോക്കിയിട്ടില്ല. പറയുന്ന പോലെ തന്നെ കസ്റ്റം ആയിരിക്കും. എക്സ്ട്രീം 3ക്ക് ഇക്വലൈസർ 3 ബാൻഡ് ഉള്ളായിരുന്നു. ഇതിന് ശേഷം 5 ബാൻഡുണ്ട്. ഞാൻ ഇക്വലൈസർ യൂസ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് യൂസ് ചെയ്യാൻ കൂടുതൽ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയിട്ടില്ല. പിന്നെ ലാസ്റ്റ് ആണെങ്കിൽ പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററിനെ പറ്റി. ഇതിൻ്റെ ബാറ്ററി 24 മണിക്കൂറോളം കിട്ടുമെന്ന് പറഞ്ഞു. ഒരു ബിഗ് ബാറ്ററി ഉണ്ട്. ബാറ്ററി ഡാമേജ് ആകുമ്പോൾ ഈ ബാറ്ററി എടുത്ത് വേറെ ബാറ്ററി ഇടാൻ പറ്റും. അതിനുള്ള സ്ലോട്ടാണിത്. ഈ സ്ക്രൂ എടുത്ത് അഴിച്ച് മാറ്റി കുറേ ബാറ്ററി ഇടാൻ പറ്റും. ഇപ്പോൾ തന്നെ മിക്ക പുതിയ JBL സ്പീക്കേഴ്സിൽ ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സ്പീക്കറിൻ്റെ ബാറ്ററി പോയി കഴിഞ്ഞാൽ നമ്മൾ സ്പീക്കർ മൊത്തത്തിൽ മാറ്റും. ആ ഒരു പരിപാടിയിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത് എടുത്ത് അഴിക്കുക, വേറെ ബാറ്ററി ഇടുക, കൂടുതൽ കാശ് മുടക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ചാർജിങ് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ടുള്ള മറ്റേ ഊമ്പിക്കലല്ല. ഇതാണ് എൻവയോൺമെൻറ്റ് രക്ഷിക്കുന്നത്. എടുത്ത് മാറ്റിയ വേറെ ബാറ്ററി ഇടുക, വേറെ സ്പീക്കർ മേടിക്കേണ്ട ആവശ്യമില്ല, ഈ വേസ്റ്റ് കുറയ്ക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്
എക്സ്ട്രീം 4ൻ്റെ എൻ്റെ സ്വന്തം പേഴ്സണൽ അഭിപ്രായം, നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ മേടിക്കുക. 30,000 രൂപയ്ക്ക് നിങ്ങൾ സ്പീക്കർ മേടിക്കാൻ തന്നെ താല്പര്യമെങ്കിൽ പോയി സ്പീക്കർ മേടിക്കുക. ഇതുപോലെ തന്നെ ഇരിക്കുന്ന ബൂം ബോക്സ് എന്ന് പറഞ്ഞ വേറെ സാധനമുണ്ട്. ഇനി കൂടുതൽ വില വ്യത്യാസമില്ല. ഇതിങ്ങനെ കുറേ സ്പീക്കർ ഒരുപോലെ ഇരിക്കുന്നുണ്ട് JBLന്, ബട്ട് ഇതാണ് ലേറ്റസ്റ്റ് ഇതുവരെ. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഇട്ടത്. ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് വർത്ത് 30,000 rupees. 30,000 rupees ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യുന്നത് അപ്പുറത്തിരിക്കുന്ന അതർ ബ്രാൻഡിൻ്റെ അതോ ഇത് സെയിം ബ്രാൻഡിൻ്റെ വേറെ സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിന് 30,000 രൂപയുടെ വർത്തില്ലെന്നല്ല. ഞാൻ 30,000 രൂപയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇതിന് വർത്തില്ലെന്ന് പറഞ്ഞത്. ഇതിന് ലൈഫിൽ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഇതൊരു സ്പീക്കറായി, ഇതില്ലെങ്കിൽ നിങ്ങൾ ആ കഞ്ഞി കുടിക്കും. പക്ഷേ ആ 30,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഒരു 3 മാസം ജോലിയിലാണ്ട് പോകാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ വരുന്നവരെ പോയിട്ട് വരാം.